നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക രംഗം അതീവ ഗുരുതരമാണ് എന്നുള്ളത് ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്യുകയും ധനമന്ത്രിയുടെ വിലാപം ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇതിൽ നല്ലൊരു പങ്ക് പോകുന്നത് സർക്കാർ കേസ് നടത്താൻ വേണ്ടിയാണ്. അല്ലാതെ നാട്ടിലുള്ള പാവം പിടിച്ചവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല സർക്കാർ ഖജനാവിലെ പണം പോകുന്നത്. ഖജനാവിലെ പണം മുഴുവൻ പോകുന്നത് കേസ് നടത്തി മുടിയാൻ വേണ്ടിയാണ്. അങ്ങനെ മുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പണ്ടുള്ളവർ പറയത്തില്ലേ, വ്യവഹാരം നടത്തി മുടിഞ്ഞു പോകും എന്ന് പറയത്തില്ലേ. ഇപ്പോൾ കേസ് നടത്താൻ രാജ്യത്തെ പ്രമുഖ അഭിഭാഷകർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിലവ് ഇപ്പോൾ അതിര് കടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രമുഖ ഭരണഘടനാ വിദഗ്ധർ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകർ ഫീസ് കുത്തനെ കൂട്ടി. സംസ്ഥാന സർക്കാരിന് കടമെടുപ്പിലും മറ്റും സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ വീണ്ടും കടമെടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഈ പല കാര്യങ്ങൾക്കും സർക്കാർ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതെല്ലാം വാദിക്ക് ജയിക്കുകയും വേണം. അതിനുവേണ്ടി കോടികളാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. കപിൽ സിബൽ, ഹരീഷ് സാൽവെ, മനു അഭിഷേക് സിംഗ്വി, മുൻ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ, മുഗൾ റോത്തഗി, ഗോപാൽ സുബ്രഹ്മണ്യം, KTS തുളസി തുടങ്ങിയവർ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ പലരും വിവിധ സർക്കാരിന് വേണ്ടി ഹാജരാകുന്നവരാണ്. ഒരു തവണ ഹാജരാകാൻ 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയായിരുന്നു കെ വേണുഗോപാലിൻ്റെ ഫീസ്. അത് 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയായിട്ടുണ്ട്. മുഗൾ റോത്തഗി 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയായിരുന്നു വാങ്ങിയത്. അത് 5 ലക്ഷം മുതൽ 15 വരെയായി. 6 മുതൽ 11 ലക്ഷം വരെയായിരുന്നു അഭിഷേക് സിംഗ്വിയുടെ ഫീസ്. ഇപ്പോൾ 8 മുതൽ 15 വരെ വാങ്ങുന്നു. രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അഭിഭാഷകനായ ഹരീഷ് സാൽവെ 6 മുതൽ 15 ലക്ഷത്തിൽ നിന്ന് 20 മുതൽ 25 ലക്ഷം വരെയായി ഉയർത്തിയിട്ടുണ്ട്. ഫീസ് നിരക്കിൽ ഹരീഷ് സാൽവെയെയും കടത്തിവെട്ടുകയാണ് കപിൽ സിബൽ. ഡൽഹിക്ക് പുറത്തുപോയി കേസ് വാദിക്കാൻ കപിൽ സിബലിൻ്റെ പുതുക്കിയ ഫീസ് 1.25 മുതൽ 1.5 കോടി രൂപ വരെയാണ്. സുപ്രീം കോടതിയിൽ ഒരു തവണ ഹാജരാകാനും ഒരു കൂടിക്കാഴ്ചയ്ക്കുമായി നിലവിൽ 15.5 ലക്ഷമാണ് വാങ്ങിയിരുന്നത്. അത് 25 ലക്ഷമാക്കി. മറ്റുള്ള ഹർജികളിൽ 15.5 ലക്ഷവും അതുപോലെ തന്നെ അന്തിമ തീർപ്പാക്കൽ ഹർജികളിൽ 20 ലക്ഷവുമാണ് പുതിയ ഫീസ്. ഡൽഹി ഹൈക്കോടതിയിലും ഡൽഹിയിലുള്ള മറ്റ് കോടതികളിലും വെർച്വലായി ഹാജരാകാൻ മറ്റ് കേസുകൾക്ക് 25 ലക്ഷവും മറ്റ് കേസുകളിൽ 35 ലക്ഷവും ഇനി നൽകണം. മറ്റ് ഹൈക്കോടതികളിൽ വെർച്വൽ ഹിയറിങ്ങിന് 35 ലക്ഷം, ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് 7.5 ലക്ഷവും പിന്നീട് ഓരോ കൂടിക്കാഴ്ചയ്ക്ക് 5.5 ലക്ഷം വീതവും നൽകണം. ആർബിട്രേഷൻ കേസുകളിൽ ഹാജരാകാൻ 15 ലക്ഷം, വാക്കാലുള്ള നിയമോപദേശത്തിന് 11 ലക്ഷം, എഴുതി നൽകാൻ 15.5 ലക്ഷം, ഹർജി തയ്യാറാക്കാൻ 11 ലക്ഷം, അപേക്ഷകൾക്ക് 11 ലക്ഷം, എഴുതി സമർപ്പിക്കാൻ 15 ലക്ഷം എന്നിങ്ങനെയാണ് കപിൽ സിബലിൻ്റെ പുതിയ നിരക്കുകൾ. ഇതിനൊക്കെ പുറമെ ക്ലർക്കന്മാർക്ക് കൊടുക്കാനെന്ന പേരിൽ 50,000 രൂപ വേറെയും നൽകണം. ബാർ കൗൺസിൽ ചെയർമാനും മുൻ സോളിസിറ്റർ ജനറലും ഒക്കെ ആയിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യം 8 മുതൽ 9 ലക്ഷം വാങ്ങിയിരുന്നത് ഇപ്പോൾ 12-ലെത്തിയിരിക്കുകയാണ്. ആര്യാമ സുന്ദരം 6 മുതൽ 8 ലക്ഷത്തിൽ നിന്ന് 8 മുതൽ 10 ലക്ഷമാക്കി. അനിൽ അംബാനി, BCCI തുടങ്ങിയവരുടെ കേസുകൾ നടത്തുന്നു. 5 മുതൽ 8 ലക്ഷത്തിനിടയിൽ ഫീസ് വാങ്ങിയിരുന്ന KTS തുളസിയുടെ ഫീസും 10 ലക്ഷം കടന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരും ഇതിനകത്ത് കൊണ്ട് തലവെച്ച് കോടികൾ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഖജനാവിൽ പണം ഉണ്ടാവുക? ബാലഗോപാലിൻ്റെ സാമ്പത്തിക വിലാപത്തിൻ്റെ പിന്നിൽ ഇതല്ലേ, ഇത്തരത്തിലുള്ള ചോർച്ചയല്ലേ കാരണം എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ഇതുതന്നെയാണ്. വ്യവഹാരം നടത്തി ഒരു സംസ്ഥാനത്തെ മുഴുവൻ മുടിപ്പിച്ച് തേച്ച് കഴിയുകയാണ് നമ്മുടെ കാരണഭൂതനും ധനമന്ത്രിയും. എന്തിന് ഈ ഇടത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്.